ഇന്ന് ഈ സായാഹ്ന സന്ധ്യയിൽ ദൈവവചനം പഠിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. വളരെ അർത്ഥവത്തായിട്ടുള്ള അപ്പോസ്തലനായ പൗലോസിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അപേക്ഷയും അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളുമാണ് അപ്പോസ്തലൻ ഈ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ ശിഷ്യത്വത്തിലേക്കുള്ളതായിരിക്കുന്ന ഒരു വിളിയാണ് ഈ ഭാഗത്തിൻ്റെ ആത്യന്തികമായ സത്യം. അല്ല എങ്കിൽ ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സുവിശേഷം നമ്മളിൽ കൂടെ ജീവിക്കുന്നതാണ്. ലീവ് ദ ഗോസ്പൽ ഇൻ അവർ സറൗണ്ടിങ്സ്. അതിന് നാം കഴിഞ്ഞ ദിവസം സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന് പറഞ്ഞ ഒരു കത്തോലിക്കയിലെ പുരോഹിതന്റെ അനുഭവങ്ങൾ ചെറിയ രീതിയിൽ നമ്മൾ കണ്ടു. ജീവിതത്തിൽ പ്രത്യേകമായ ഒരു വിളി സ്വീകരിച്ച് സുവിശേഷം ജീവിപ്പിച്ചതായ ഒരു വ്യക്തി. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം കണ്ടത്, നമ്മൾ സുവിശേഷം ജീവിപ്പിക്കണമെങ്കിൽ we have to care for the family of God. ദൈവസഭയോട് കരുതലുള്ളവരായി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് സുവിശേഷം ജീവിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തി. എന്നാൽ 11 മുതൽ 16 വരെയുള്ള ഭാഗത്ത് ഇന്ന് ഞാൻ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ സുവിശേഷം നമ്മളിൽ കൂടെ ജീവിക്കണമെങ്കിൽ നമ്മൾ സുവിശേഷത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളണം. This is to capture the essence of the gospel. സുവിശേഷത്തിന്റെ അന്തസത്ത എന്നെയും നിങ്ങളെയും കീഴ്പ്പെടുത്തുമ്പോഴാണ്, അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ ഈ സത്യം നമ്മൾ അതിനകത്തേക്ക് നമ്മളെ കൊണ്ടു ചെല്ലുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടെ സുവിശേഷം മറ്റുള്ളവരിൽ ജീവിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. So this evening I would like to focus my attention on the following verses that is found in Galatians chapter 6 verses 11 to 18. രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. This is a call to capture the essence of the gospel. Second, this is the call to count the cost. നാം സുവിശേഷത്തിന് വേണ്ടി വില കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണമെന്നും ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത് പറയുന്നത്, we have to capture the essence of the gospel, knowing that it is of the spirit, not of the flesh. സുവിശേഷത്തിൽ ജീവിക്കുക എന്നത് ആത്മാവിന്റെ ഒരു പ്രവർത്തനമാണ്, അത് ജഡത്തിന്റെ പ്രവർത്തനമല്ല. അത് ആത്മാവിനെ പ്രസാദിപ്പിക്കുന്നതാണ്, അല്ലാതെ ജഡത്തെ നർച്ചർ ചെയ്യുന്നതല്ല.
It is to boast in Christ Jesus and on the cross of the Lord Jesus, not on boasting the self. നമ്മളിൽ നാം പ്രശംസിക്കുന്നവരല്ല, ആത്മാവിൽ പ്രശംസിക്കുന്നവരും. ആത്മാവിന്റെ ഫലം എന്നിലും നിങ്ങളിലും ഉണ്ടാകുവാനായി നാം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരുമാകണം. ഇവിടെ എന്താണ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത്? Let us read verses 11 to 13. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നോക്കുവിൻ, എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവർ ഒക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. പരിച്ഛേദനക്കാർ തന്നെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണം എന്ന് വെച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽപ്പാൻ അവർ ഇച്ഛിക്കുന്നതേയുള്ളൂ. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, യു ഹാവ് ടു ബി ഡിഫറെന്റ്. നിങ്ങൾ വ്യത്യസ്തരാകണം. ആ വ്യത്യസ്തത നിങ്ങൾക്കുണ്ടാകുന്നത് നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് മേക്കിംഗ് ആൻ ഇംപ്രഷൻ ഓൺ അതേഴ്സ് എക്സ്റ്റേണലി. പുറമെയുള്ള ചില കാര്യങ്ങൾ കൊണ്ട്, ചില കർമ്മങ്ങൾ കൊണ്ട്, ചില പ്രവൃത്തികൾ കൊണ്ട്, ചില ആകാരം കൊണ്ട്, വസ്ത്രം കൊണ്ട്, ടൈറ്റിൽ കൊണ്ട് നമ്മൾ യേശുവിന്റെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞ് ജീവിച്ചാൽ നിങ്ങൾക്കൊരിക്കലും സുവിശേഷത്തിന്റെ അന്തസത്ത മനസ്സിലാക്കാനും കഴിയത്തില്ല. നിങ്ങൾ ഇന്നും വഞ്ചിക്കപ്പെട്ടു പോകുന്നതിന്റെ കാരണം, still you are deceived because you haven't captured the essence of the gospel. You think the gospel is of external thing, making an impression by our presence with a religious costume, with a religious rites, by doing external circumcision. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ പുറമെ പരിച്ഛേദന ഏറ്റതുകൊണ്ട് നിങ്ങൾക്ക് സുവിശേഷത്തിന്റെ അന്തസത്ത എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പരിച്ഛേദന ഉണ്ടാകണം. ദാറ്റ് ഈസ് ദി എസൻസ് ഓഫ് ദ ഗോസ്പൽ. നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ദൈവവചനം വായിക്കുന്നുണ്ട്. ഇതെല്ലാം this should be the outcome of that we capture the essence of the gospel. സുവിശേഷത്തിന്റെ അന്തസത്ത മനസ്സിലാക്കിയതിന്റെ ഫലമായിട്ടായിരിക്കണം മറ്റുള്ളതൊക്കെ ഉണ്ടാകേണ്ടത്. അല്ലാതെ മറ്റുള്ളതൊക്കെ ചെയ്തതുകൊണ്ട് സുവിശേഷത്തിന്റെ അന്തസത്ത നമുക്ക് മനസ്സിലാക്കാൻ, കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. നമ്മൾ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, we need to please our master and our father God. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകണം. ഈ ഗലാത്യ സഭയിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ച കാര്യം, പൗലോസ് അവിടെ പോയി അധ്വാനിച്ച് സുവിശേഷം പറഞ്ഞ് ഇവരെ കർത്താവിലേക്ക് കൊണ്ടുവന്ന് കർത്താവിനെ ഉറപ്പിച്ച് പോയപ്പോൾ പൗലോസ് വിചാരിച്ചത് ഇവര് ഈ സുവിശേഷത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടവരാണെന്നാണ്. എന്നാൽ ചില കള്ള ഉപദേഷ്ടാക്കന്മാര്, തെറ്റിച്ചു കളയുന്നവര്, വഞ്ചിക്കുന്നവര് എന്ത് ചെയ്തു? വന്ന് അവരെ തെറ്റിച്ചിട്ട് പറഞ്ഞു,
ഇങ്ങനെ പുറമേയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് പോയാൽ മതി, അത് മതി. അകമേ വലിയ വ്യത്യാസം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അതിനകത്ത് ഈ ഗലാത്യ സഭയിലുള്ള പ്രിയപ്പെട്ടവരങ്ങ് വീണുപോയി. അപ്പോൾ അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞു, പ്രിയരെ, നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ, ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുക മാത്രമല്ല, രണ്ടാമത് നിങ്ങൾ സുവിശേഷത്തിന്റെ അന്തസത്ത ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവരായി മാറണം. അതെന്താണത്? It is of the spirit, not of the flesh. ജഡത്തിന്റെ പ്രവൃത്തിയല്ല, അത് ആത്മാവിന്റെ ഫലമാണ്. It is not of the physical, but of the spiritual. അത് ആത്മീകമാണ്, അല്ലാതെ ഭൗമികമല്ല. രണ്ടാമത് അപ്പോസ്തലൻ പറയുകയാണ്, അതിന്റെ 14-ാമത്തെ വാക്യം, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. Okay, see, capturing the essence of the gospel is a reciprocal commitment. എന്താണ് reciprocal commitment? പരസ്പര ധാരണയോടെയുള്ള ഒരു സമർപ്പണം. എന്താണ് അപ്പോസ്തലൻ പറഞ്ഞത്? അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവനാൽ, because of Jesus Christ, because of the gospel of Christ, I am crucified to him and also to the world. അതുകൊണ്ട് ഈ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ വരണം. ഈ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായി നമ്മൾ വളരെയേറെ പ്രയത്നിക്കണം. അപ്പോസ്തലൻ പറയുകയാണ്, ജഡത്തിൽ പ്രശംസിക്കാൻ എല്ലാം ഉണ്ടായിരുന്ന, മറ്റാരെക്കാളും എല്ലാ രീതിയിലും പാരമ്പര്യമുണ്ടായിരുന്ന, അപ്പോസ്തലൻ പറയുന്നു, may I never boast except in the cross of our Lord Jesus Christ, through which the world has been crucified to me and I to the world. ഞാൻ ലോകത്തിനും ലോകം എനിക്കും. It is not a burden, but rather it is a joy to belong to the Lord. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, you are in the world but not of the world. നിങ്ങൾ ലോകത്തിലുള്ളവരാണ്, പക്ഷേ നിങ്ങൾ ലോകത്തിൽ ഉള്ളവരല്ല, ലോകത്തിന് വേണ്ടി ഉള്ളവരല്ല. You are in the world, ലോകത്തിലാണ് ജീവിക്കുന്നത്, but not of the world. ലോകത്തിൻ്റെതല്ല നിങ്ങൾ. You are of a different breed. നിങ്ങൾ വ്യത്യസ്തരാണ് മറ്റുള്ളവരെക്കാളും. നിങ്ങളിലുള്ളത് ആത്മീകമാണ്. ജഡത്തിന്റെ പിറകെ പോയി ജഡത്തെ പ്രസാദിപ്പിക്കുന്നത് ചെയ്യുന്നതല്ല ആത്മാവിന്റെ പ്രവർത്തനം. It is of a reciprocal commitment. ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രിസ്തു നിമിത്തം ക്രൂശിക്കപ്പെടുന്ന അവസ്ഥ. Galatians chapter 2 verse 20 വളരെ ഒരു ഡിക്ലറേഷൻ ആണ്, ഒരു അഫേമിംഗ് ഡിക്ലറേഷൻ ആണ്. ഒന്ന് വായിച്ചാട്ടെ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ
ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഹല്ലേലൂയ. No, we don't see an element of grief, an element of sadness, an element of frustration and disappointment in the words of Apostle Paul. He declared this as a champion of faith. വിശ്വാസത്തിന്റെ ഒരു നായകനായി നിന്നുകൊണ്ട് മറ്റുള്ളവരോട് പറയുകയാണ്, ഞാൻ ക്രൂശിക്കപ്പെട്ടു, എന്നാൽ ഞാൻ ഇന്ന് ജീവിക്കുന്നത് എന്റെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. Yes, my dear friends, that is the essence of the gospel. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് അവസാനം കുടം ഉടച്ചു കളയുന്ന അനുഭവം ഉണ്ടാകരുത്. നമ്മൾ ഇത്രയും നാളുകൾ കർത്താവിനെ പിൻചെന്നിട്ട് സുവിശേഷത്തിന്റെ അന്തസത്ത നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ ആ സുവിശേഷത്തിന്റെ തീ എന്നിലും നിങ്ങളിലും ആഞ്ഞു കത്താതെ പോകരുത്. നമ്മൾ വൃഥാ അഭിമാനികളാകരുത്. Then the third thing, ഇവിടെ എന്താണ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? അടുത്ത വാക്യം, verse 15. പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഓക്കെ, ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, what matters is the most important. അഗ്രചർമ്മമല്ല, പരിച്ഛേദനയുമല്ല. And what really matters is being a new creation. A spiritual birth is that matters. പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയത് ധരിക്കുന്ന ഒരനുഭവം. പഴയ മനുഷ്യനെ അടക്കിയിട്ട് ഒരു പുതിയ മനുഷ്യൻ എന്നിലും നിങ്ങളിലും ഉണ്ടാകുന്ന ഒരനുഭവം. It is a spiritual transformation. ഒരാത്മീകമായ നവോത്ഥാനം, ആത്മീക രൂപാന്തരം. ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞാൻ ഇവിടെ പോയിട്ടുണ്ട്, ഞാൻ വേദപുസ്തകം പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറയുന്നത് നല്ല കാര്യമാണ്. ബട്ട് ഓൺ ദി അതർ സൈഡ്, if we are not born of the spirit, if we haven't born spiritually new, what really matters we really miss. പ്രധാനപ്പെട്ടത് നഷ്ടപ്പെടുത്തിയിട്ട് ഭാഗ്യമായതിന് പിറകെ നമ്മൾ പോകരുത്. അഗ്രചർമ്മത്തിന്റെയും പരിച്ഛേദനയുടെയും മറ്റ് പലവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും ഒക്കെ പിറകെ പോയി ഏറ്റവും ശ്രേഷ്ഠമായതിനെ നഷ്ടപ്പെടുത്തി കളയരുത്. പൗലോസിന്റെ പാഷൻ നമ്മൾ അറിയണമെങ്കിൽ അതിന്റെ 11ാമത്തെ വാക്യത്തിലാണ് അത് കാണുന്നത്. See what large letters I use as I write to you with my own heart. എന്റെ കൈകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതി ഇത് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ പലകയിൽ നിങ്ങൾ ഇത് എഴുതി വെക്കണം. Write on it, scribble on your heart. എന്താ എഴുതേണ്ടത്? സുവിശേഷത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത്
It is of the spirit, not of the flesh. ഇത് ആത്മാവിൻ്റെതാണ്, അത് ജഡത്തിൻ്റെതല്ല. രണ്ട്, ഇറ്റ് ഈസ് ഓഫ് എ റെസിപ്രോക്കൽ കമ്മിറ്റ്മെന്റ്. ഇത് പരസ്പര ധാരണയോടെയുള്ള, പരസ്പര വിശ്വാസത്തോടെയുള്ള ഞാൻ എടുത്ത എൻ്റെ ഒരു തീരുമാനമാണ്. അതിനകത്ത് എനിക്ക് ലജ്ജിക്കാനായിട്ടില്ല, അതിനകത്ത് എനിക്ക് നിരാശപ്പെടാനായിട്ടില്ല, എനിക്കത് സന്തോഷിക്കാനായിട്ടേ ഉള്ളൂ. Then third, സുവിശേഷത്തിന്റെ അന്തസത്യം എന്ന് പറയുന്നത് I born spiritually new, or invoking in me a spiritual birth as a result of the gospel. സുവിശേഷത്താൽ എന്നിൽ എന്തുണ്ടാകുന്നു? ഒരു പുതിയ സൃഷ്ടി രൂപാന്തരപ്പെട്ടത്. ഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. എന്നിൽ ഒരു പുതിയ വ്യക്തി ഉണ്ടായിട്ട് ആ വ്യക്തി എന്തായിത്തീരുന്നു? രൂപാന്തരത്തിന്റെ അനുഭവത്തിൽ, ആത്മീക കാഴ്ചപ്പാടിൽ ലോകത്തിൻ്റെതുള്ളതെല്ലാം മിഥ്യയാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു അനുഭവം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം നമുക്ക്. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 22 to 24. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. എങ്ങനെയാണ് ഈ പുതിയ മനുഷ്യന്റെ പ്രത്യേകത? സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവരൂപമായി സൃഷ്ടിക്കപ്പെട്ട ആ പുതിയ മനുഷ്യനെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോഴാണ് എന്നിലും നിങ്ങളിലും എന്തുണ്ടാകുന്നത്? ഒരു ആത്മീക പുതിയ സൃഷ്ടി ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ദി എസൻസ് ഓഫ് ദ ഗോസ്പൽ. നിങ്ങൾ അവിടെ പോയി ഇവിടെ പോയി, ഞാൻ ന്യായപ്രമാണം പാലിച്ചു, ഞാൻ പരിച്ഛേദന ചെയ്തു, ഞാൻ ദശാംശം കൊടുത്തു, ഞാൻ പള്ളി പണിതു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, അതല്ല. യു ക്യാച്ച് ദ മെയിൻ പോയിന്റ് ഹിയർ. പിന്നെയും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, ക്യാച്ച് ദ മെയിൻ പോയിന്റ്, ഡോണ്ട് മിസ് ദ മാർക്ക്. അടിസ്ഥാനപരമായതിനെ തള്ളിക്കളയരുത്. നമ്മൾ കുറെ കൂടെ പ്രായോഗികമായി ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാഴ്ചപ്പാടുകളെ എന്നിൽ കാണുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ പ്രിയരെ. അതാണ് സുവിശേഷത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത്. ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് let us be firm. Let us understand the essence and capture the essence of the gospel. ഈ സുവിശേഷം നമ്മളെ കീഴ്പ്പെടുത്തണം. നമുക്ക് പലപ്പോഴും ഇല്ലാതിരിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്. സുവിശേഷം ഇതുവരെയും നമ്മളെ കീഴ്പ്പെടുത്തിയിട്ടില്ല. നമ്മൾ പലപ്പോഴും സുവിശേഷത്തെ കീഴ്പ്പെടുത്തിയിട്ടേ ഉള്ളൂ. We capture the gospel, but the gospel never captured us. But the reverse has to happen. എന്ത് ചെയ്യണം? Gospel has to capture us. സുവിശേഷത്തിന്റെ അന്തസത്ത, the nutshell of the gospel should be our prime concern.
അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്. പ്രത്യേകിച്ച് 14-ാമത്തെ വാക്യം, റെസിപ്രോക്കൽ കമ്മിറ്റ്മെന്റ് ആയിട്ട്, ഞാൻ ലോകത്തിനും ലോകം എനിക്കും സുവിശേഷത്താൽ കടപ്പെട്ടിരിക്കുന്നു. Let us move forward. പതിനേഴാമത്തെയും 18-ാമത്തെയും വാക്യം. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. See, following Christ is a costly affair. We have to count the cost of being a disciple of the Lord Jesus. യേശുവിന്റെ ഒരു ശിഷ്യനായിരിക്കുക, ഒരു വിശ്വാസിയായിരിക്കുക, ഒരു ദൈവ പൈതലായിരിക്കുക എന്ന് പറയുന്നത് വില കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്, ഒരു തീരുമാനമാണ്. നമുക്ക് പഴയ നിയമത്തിലെ ഒരു വാക്യം ഇവിടെ വായിക്കുന്നത് പ്രസക്തമാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 24-ാമത്തെ വാക്യം. ജെറമയ ചാപ്റ്റർ 9 വേഴ്സ് 24. പ്രശംസിക്കുവാനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, പ്രശംസിക്കുന്നവനോ. We have to count the cost. പ്രശംസിക്കുന്നവനോ എന്തോ ചെയ്യണം? യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഒരു ദൈവ പൈതലിന്റെ പ്രശംസ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയും അവന്റെ പിതാവായ ദൈവത്തെയും പ്രസാദിപ്പിക്കുക എന്നതാണ്. പടചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വിളി എന്ന് പറയുന്നത് വില കൊടുക്കേണ്ട വിളിയാണ്, വില കുറഞ്ഞതായ ഒരു വിളിയല്ല. വില കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു വിളിയാണ്. Then only നമ്മൾ വില കൊടുക്കാൻ സന്നദ്ധരാകുമ്പോഴാണ് we are able to live the gospel in our surroundings. നമ്മുടെ ചുറ്റുപാടുകളിൽ സുവിശേഷം ജീവിക്കുന്നതായി മാറുന്നത് നാം സുവിശേഷത്തിന് വേണ്ടി വില കൊടുക്കുമ്പോഴാണ്. അപ്പോസ്തലൻ എന്താ പറയുന്നത്? നിങ്ങൾ ഇനി എന്നെ ബോധർ ചെയ്യണ്ട. Finally, let no one cause me trouble. നിങ്ങൾ എന്നെ കഷ്ടപ്പെടുത്തണ്ട, എന്നെ പ്രയാസപ്പെടുത്തണ്ട. For I bear on my body the marks of Jesus Christ. എന്റെ സമർപ്പണത്തിന്റെ ആധാരമായിട്ട് I bear the mark of Jesus on my body. എന്റെ ശരീരത്തിൽ ഞാൻ യേശുവിന്റെ ചൂടടയാളം വഹിച്ചിട്ടുണ്ട്. That is enough for me. That is enough for me. I have the marks of Jesus on my body. On a literal sense and on a spiritual sense, this is true. അക്ഷരാർത്ഥത്തില് എന്ത് ചെയ്തിട്ടുണ്ട്? യേശുവിന്റെ ചൂടടയാളം അപ്പോസ്തലന്റെ ശരീരത്ത് വഹിച്ചിട്ടുണ്ട്. ആത്മീകമായ അർത്ഥത്തിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ പൗലോസ് ശൗൽ എന്നവൻ പൗലോസായി മാറി ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനമിട്ട് ആർക്കിടെക്റ്റായി മാറിയത്
because of the marks of Jesus that he bore on him. യേശുവിന്റെ ചൂടടയാളം, the marks of Jesus. ഞാനിവിടെ 3 കാര്യങ്ങൾ പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. We bear the marks of Jesus and count the cost when we suffer for Christ. നാം ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ, when we are persecuted for Christ, when we give up some of our privileges for Christ, when we give up some of our rights for Christ, നമ്മൾ യേശുവിന്റെ ചൂടടയാളം നമ്മുടെ ശരീരത്ത് വഹിക്കുകയാണ്. Suffering for Christ. 2 Corinthians chapter 11, beginning from verse 22. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 22-ാമത്തെ വാക്യം മുതൽ അപ്പോസ്തലൻ നമുക്ക് we give an enormous list of the suffering, the persecution that he suffered for the Lord Jesus Christ. വായിച്ചാട്ടെ. അവർ എബ്രായരോ ഞാനും അതെ, അവർ ഇസ്രായേല്യരോ ഞാനും അതെ, അവർ അബ്രഹാമിന്റെ സന്തതിയോ ഞാനും അതെ, ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരനോ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി, യഹൂദരാൽ ഞാൻ ഒന്നുകുറയെ 40 അടി 5 വട്ടം കൊണ്ടു, യഹൂദരാൽ ഞാൻ 40 അടി ഒന്നുകുറെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു, ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണമായ സംഗതികൾ സംഭവിച്ചതുകൂടാതെ ദിവസേന സർവസഭകളെയും ചിന്താഭാരത്താൽ ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിന്മേൽ വഹിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പൗലോസ് പറയുകയാണ്, I bore the marks of Jesus on my body while I was being persecuted and suffer for Christ. He provided an exhaustive list. ഇതിൽ കൂടുതൽ എന്താണ് അപ്പോസ്തലൻ നമുക്ക് തരേണ്ടത്? സെക്കൻഡ്, ഞാൻ വളരെ വേഗം പോകട്ടെ. രണ്ടാമത്, we bear the marks of Jesus on our body when we imitate Christ in his mind and attitude. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി, ക്രിസ്തുവിന്റെ മനോഭാവമുള്ളവരായി നാം ക്രിസ്തുവിനെ പോലെ ആകാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ കാണുന്നവർ, ഇന്നലെ നമ്മളെ കണ്ടവർ,
ഇന്ന് നമ്മളിലുള്ള വ്യത്യാസം കാണുമ്പോൾ they will tell he belongs to Jesus. He is not of the same. അവൻ വ്യത്യസ്തനാണ്. നമ്മളെപ്പറ്റി അത് പറയുമോ? നമ്മൾ വ്യത്യസ്തരാണെന്ന് പറയുമോ? നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവം ജീവിതത്തിൽ അനുകരിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി നാം തീരുമ്പോൾ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായപ്പോഴും ക്ഷമിച്ചത്, മറ്റുള്ളവരോട് ഒത്തുചേർന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടും ക്രിസ്തു നിമിത്തം അവരെ സഹോദരന്മാരാക്കി ചേർത്ത് നിർത്തിയത്, എല്ലാ രീതിയിലും ഞാനെന്നുള്ള ഭാവത്തോടെ ജീവിപ്പാൻ സാധിച്ചിട്ടും ഞാൻ എന്ന ഭാവം മാറ്റിവെച്ച് ക്രിസ്തുവിന് വേണ്ടി നിന്ന് ചുമന്നത്, മറ്റുള്ളവരെ ഉൾക്കൊണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടി കരുതിയത്, അനുസരണയോടുകൂടെ കർത്താവിന്റെ ഒരു നല്ല ഒരു സാക്ഷിയായി നിന്നത്. യെസ് മൈ ഡിയർ ഫ്രണ്ട്, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ചത്. സ്നേഹം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടേതല്ല. ഇത് സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നതാണ്. When we imitate Christ by following his mind and his attitude, we bear the marks of Jesus on our body. The meekness that we possess today, എളിമ എന്ന ആ ചിന്ത, ഞാൻ കുറയണം എന്നതായ ആഗ്രഹം, ഇത് നമ്മുടെ ആഗ്രഹമല്ല, ലൗകികമായ ആഗ്രഹമല്ല. ലൗകിക ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ വളരണം, മറ്റുള്ളവനെ ചവിട്ടി താത്തിയിട്ടാണെങ്കിലും എനിക്ക് കയറിപ്പോണം, എനിക്ക് കോണിയെ കയറണം, എനിക്ക് മിടുക്കനാകണം. അത് ആരെയൊക്കെ തേച്ച് ഇല്ലാതെയാക്കിയിട്ടാണേലും വേണ്ടില്ല, എനിക്ക് മിടുക്കനാകണം, എനിക്ക് പേരെടുക്കണം. But when you started imitating Christ, Christ tells you, give up your privileges, give up your rights. When you have 101 things to tell others, to prove your point, you decided not to speak just because of Christ. Others may call you മണ്ണുണ്ണി. നമ്മൾ മണ്ണുണ്ണികളാണെന്ന് മറ്റുള്ളവർ നമ്മളെ വിളിച്ചേക്കാം. But remember, my dear friends, Christ will call us, welcome, you are a faithful child of God. ക്രിസ്തുവിനെ അനുകരിക്കുവാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി, മനസ്സുള്ളവരായി, മനോഭാവമുള്ളവരായി നാം ക്രിസ്തുവിനെ അനുകരിക്കുമ്പോൾ we bear the marks of his body, marks of Jesus on our body. Thirdly, we bear the marks of Jesus on our body when we faithfully
testify him. നാം യേശുവിന്റെ ഒരു വിശ്വസ്ത സാക്ഷിയായി മാറുമ്പോൾ അവസാനം വരെ യേശുവിന്റെ ഒരു സാക്ഷിയായിട്ട് മാറുമ്പോൾ we bear the marks of Jesus on our body. If we examine the history of the Christian church, we have an enormous list of people in the 1st century, in the 13th century, 18th century, and in 20th century. Several became the martyrs of God by being faithful testifiers of the Lord. നമ്മൾ ക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷികളായി മാറണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയിലും യെരുശലേമിലും ഭൂമിയുടെ എല്ലായിടങ്ങളിലും ശമരിയിലും എന്ത് ചെയ്യണം? എന്റെ സാക്ഷികൾ ആകണം. ഇത് സുവിശേഷത്തിന്റെ വിളിയാണ്. ഈ വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ട യേശുവിനെ അനുകരിക്കുന്ന വ്യക്തികളായി നാം മുൻപോട്ട് പോകുമ്പോൾ ലോകം നമ്മളെ മാനിച്ചെന്ന് വരത്തില്ല. ലോകം നമുക്ക് സ്ഥാനവും മാനവും തന്നെന്നിരിക്കത്തില്ല. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, യവനന്മാരിൽ ചിലർക്ക് യേശുവിനെ കാണണമെന്ന ആഗ്രഹം പറഞ്ഞ് ഫിലിപ്പോസിനോടും ആന്ത്രേയസിനോടും കൂടെ യേശുവിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അവർക്ക് യേശുവിനെ കാണണമെന്ന് പറഞ്ഞപ്പം യേശു അവരോട് പറഞ്ഞു, ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ ഇതിന് ഫലം കായ്ക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇത് നിലത്ത് വീണ് ചാകുന്നുവെങ്കിലോ ഇതിൽ കൂടെ വളരെ വിളവ് ഉണ്ടാകും. എന്റെ ശുശ്രൂഷ ചെയ്യുന്നവനെ എന്റെ പിതാവ് മാനിക്കും. ഈ ലോകത്തിൽ നഷ്ടങ്ങളുണ്ടെങ്കിലും ഇഹലോകത്തിൽ വരുന്ന ലോകത്ത് you will keep up the treasures for yourself. നിങ്ങൾ വരും ലോകത്ത്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് നഷ്ടങ്ങളും ഈ ലോകത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഉണ്ടായേക്കാം. പക്ഷെ വരുന്ന ലോകത്ത് നിങ്ങൾക്ക് ട്രഷേഴ്സ് ഉണ്ട്, നിക്ഷേപങ്ങളുണ്ട്. If you want to read that, you can read it when you go back home. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 22 മുതൽ 24 വരെ അല്ലെങ്കിൽ 26 വരെയുള്ള ഭാഗത്ത് ഇത് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വായിക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഞാനിത് അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് കർത്താവായ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിട്ടുണ്ട്. I know I bear the marks of Jesus on my body because I was a faithful witness to the Lord Jesus. നമ്മൾ വില കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. We all are familiar with a name in the sports circle, Dhyan Chand, a hockey player
who won gold medal for India in 1928, in 1938, and in 1936. In 1936, when he was playing against Germany, Hitler was there, and Dhyanchand and the team defeated Team Germany with the 16 goals, and they were able to win only one. That night, in 1936, Hitler Dhyanchandനെ വിളിച്ചു. He called to his room. എന്നിട്ട് ചോദിച്ചു, ഈ കളിയല്ലാതെ, ഹോക്കി കളിയല്ലാതെ നീ എന്തോ ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ പട്ടാളത്തില് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞാൻ പട്ടാളത്തില് ഒരു സുബേദാറാണ്. അപ്പോൾ ഹിറ്റ്ലർ പറഞ്ഞു, in India, if you play for India, you can only be the Subaydar. But you leave India and join with us in Germany and play for Germany, I will make you Air Chief Marshal. അപ്പോഴ് ധ്യാൻചന്ദ് ഹിറ്റ്ലറോട് പറഞ്ഞ കാര്യം എന്ന് പറയുക, ലോകത്തെ കിടുകിട വിറപ്പിച്ച ഹിറ്റ്ലറോട് പറഞ്ഞു, എന്നെ മുൻപോട്ട് കൊണ്ടുപോകുക എന്നത് എൻ്റെ രാജ്യത്തിന്റെ ഉത്തരവാദിത്വമല്ല, എന്നാൽ എൻ്റെ രാജ്യത്തെ മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് I will play for my nation only and I will play for India. मैं बड़ा इंस्पायर हुआ. इनका नाम था लांस नायक ध्यान सिंह. ध्यान सिंह हॉकी में इतने जादूगर थे कि ये दिन में तो खेलते थे, रात में भी खेलते थे. जब बिजली नहीं थी, सूरज की रोशनी में तो खेलते थे, चंद्रमा की रोशनी में भी खेलते थे, और जब चांद की रोशनी में खेलते थे, इनका नाम पड़ गया ध्यानचंद. और ध्यानचंद 1936 जर्मनी के साथ ओलंपिक्स हॉकी वर्ल्ड कप फाइनल, 25,000 लोग उस दिन स्टेडियम में खड़े थे. ध्यान दीजिएगा, 25,000 लोगों से भरा हुआ स्टेडियम 16-1 से जर्मनी को रौंद डाला और 15 गोल अकेले दागे थे. दुनिया का सबसे बड़ा तानाशाह हिटलर उस दिन स्टेडियम में था और आया नीचे, बोला तो हॉकी तोड़ो, इसकी हॉकी तोड़ो. चुंबक निकलेगी कैसे, ये चपका के खेलता है, चुंबक निकलेगी इसकी हॉकी में, नहीं निकली. रात को हिटलर ने उनको अपने कमरे में बुलाया, बोला हॉकी खेलने के अलावा क्या करते हो, हॉकी खेलने के अलावा क्या करते हो. लांस नायक ने बताया, मेरा नाम है ध्यानचंद, आर्मी में काम करता हूं. तभी दुनिया का तानाशाह उनको बोला, ध्यानचंद तुम्हारे देश ने तुम्हें क्या दिया है, आज भी सूबेदार हो, जर्मनी से खेलो, एयरफील्ड मार्शल बना दूंगा. आज ही जर्मनी आ जाओ, एयरफील्ड मार्शल बना दूंगा. तुम्हारे देश ने तुम्हें क्या दिया है. अभी बात देश की आ गई थी. जो उन्होंने जवाब दिया मैं जिंदगी में भूलता नहीं. सुनना चाहेंगे? सुनना चाहेंगे? मेजर ध्यानचंद ने उनको कहा, साहब मिस्टर हिटलर, मेरे देश की जिम्मेदारी नहीं है मुझे आगे बढ़ाने की, ये मेरी जिम्मेदारी है अपने देश को आगे बढ़ाने की. अपने देश से ही खेलूंगा, अपने देश से ही खेलूंगा. We are called to pay the price. To pay the price for the kingdom that we represent. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് ദൈവവചനം കേൾക്കുന്ന ആയിട്ടുള്ള പ്രിയ ദൈവമക്കളോട് എനിക്ക് സ്നേഹത്തോടെ അറിയിക്കുവാനായിട്ടുള്ളത്, നമ്മള് സുവിശേഷം ജീവിപ്പിക്കുന്നതായി മാറ്റണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കരുതണം. സുവിശേഷത്തിന്റെ അന്തസത്ത ജീവിതത്തെ കീഴ്പ്പെടുത്തണം. മൂന്നാമത്, നാം വില കൊടുക്കുവാൻ സന്നദ്ധരാകണം. May the Lord continue to inspire us, ignite us, so that we will be counting the cost
and serving our Lord faithfully till we breathe our last.